ഹായ് കൂട്ടുകാരെ, വെളുപ്പാങ്കാലത്ത് ഇത് എങ്ങോട്ടാണെന്നോ? നമ്മുടെ കന്യാകുമാരിയിലേക്ക് തന്നെ. സാധാരണ സൺറൈസും സൺസെറ്റും കാണാനായി ധാരാളം ജനങ്ങൾ ഇവിടെ പോകാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യേ കണ്ണാടിപ്പാലം വന്നത് കാണാനായി പോവുകയാണ്. തമിഴ്നാട് സർക്കാരിന്റെ പുതുവർഷ സമ്മാനമായാണ് ത്രിവേണി സംഗമ തീരത്ത് കണ്ണാടിപ്പാലം എത്തിയത്. പക്ഷേ പുതുവർഷ ദിനത്തിൽ പബ്ലിക്കിനെ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ശക്തമായ കാറ്റ് കാരണം അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിട്ടില്ല. 37 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കണ്ണാടിപ്പാലത്തിന് 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമാണുള്ളത്. പാലത്തിന്റെ മധ്യത്തിൽ കട്ടിയുള്ള കണ്ണാടി സ്ഥാപിച്ച് തൂക്കുപാലം മാതൃകയിലാണ് നിർമ്മാണം. തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കണ്ണാടി നടപ്പാലം നിർമ്മിച്ചത്. കടലിനു നടുവിലൂടെ പാറക്കെട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഈ നിർമ്മിതികൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. കന്യാകുമാരി തീരത്തു നിന്നും ബോട്ട് മാർഗമാണ് വിവേകാനന്ദ പാറയിലേക്ക് പോകേണ്ടത്. വിവേകാനന്ദ പാറയ്ക്ക് സമീപം മറ്റൊരു പാറയിലാണ് 133 അടി ഉയരമുള്ള തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇരുപാറയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിച്ചതോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമയിലേക്ക് നടന്നെത്തിച്ചേരാൻ സാധിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിംഗ് ആരംഭിക്കുന്നത്. നോർമൽ ടിക്കറ്റിന് 75 രൂപയും സ്പെഷ്യൽ ടിക്കറ്റിന് 300 രൂപയുമാണ് ചാർജ്. ഇനിയുള്ള 3 ദിവസത്തേക്ക് കാറ്റ് കാരണം അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ലെന്നാണ് അവിടെ പറയുന്നത്. കാലാവസ്ഥ മോശമായതുകൊണ്ട് കണ്ണാടിപ്പാലത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എങ്കിലും തീരത്ത് നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു.